അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം വൈകിയതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകമാണ്, സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ആ കെട്ടിടം ഇടിഞ്ഞു വീണത് നമ്മളെല്ലാവരും കണ്ടു. ആരോഗ്യ വകുപ്പ് ഇടിഞ്ഞു വീഴുന്നതിന് സമാനമായിട്ടാണ് ആ കെട്ടിടം വീണത്. ആ കെട്ടിടം വീണ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആരോഗ്യ മന്ത്രിയുടെ വീമ്പ് പറച്ചൽ? എന്തായിരുന്നു കോട്ടയത്തെ മന്ത്രിയുടെ വീമ്പ് പറച്ചൽ? ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല, അത് ഡിമോളിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കെട്ടിടമാണെന്ന് പറഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? ഒരു മനുഷ്യ ജീവൻ. ഇവർ രക്ഷാപ്രവർത്തനം ഒന്ന് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് രക്ഷിക്കാമായിരുന്നു. മനുഷ്യന്റെ ജീവനുകൾ രക്ഷിക്കേണ്ട ആരോഗ്യ വകുപ്പ് മനുഷ്യ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ടാണ് ശക്തമായ സമരം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഉറപ്പായിട്ടും മന്ത്രിക്ക് എന്ത് അവകാശമാണ്? മന്ത്രിയുടെ സ്വന്തം കീഴിലുള്ള ഡോക്ടറല്ലേ മന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെയും ഇവിടുത്തെ ബ്യൂറോക്രറ്റിനെതിരെയും അവരുടെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞത്? ഈ നിരന്തരമായിട്ടുള്ള സ്വന്തം മന്ത്രിയുടെ ആശുപത്രിയിലല്ലേ കൈക്കൂലി വാങ്ങിച്ച് സർജറി നടക്കുന്നത്? എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും നമുക്കറിയാം, കൈക്ക് പകരം നാക്കിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആരോഗ്യവകുപ്പ് കേട്ടുകൽവിയില്ലാത്തതല്ലേ? നമുക്കറിയാം എത്ര അവിടുത്തെ ഓരോ ദിവസത്തെയും ദൃശ്യങ്ങൾ ആ ആശുപത്രിയെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുകയല്ലേ? എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിലെയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്തകൾ വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അടക്കമുള്ള മാതൃക സംഘടന സമരം ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരവുമായി മുമ്പോട്ട് പോകുന്നത്. അതിശക്തമായ സമരവുമായി ഇനിയും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും. ശക്തമായ മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സമരം മുന്നോട്ട് തന്നെ പോകും. മന്ത്രിയുടെ രാജി ഗോപി, വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും നടത്തും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞതൊന്നും ഇവർ തൃപ്തരാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളൊരു വലിയ വികാരം പൊതുവിൽ തന്നെ ഉയരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയത്. മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ പറയുന്നു. വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ സമരം സംഘടിപ്പിക്കാനുള്ള ആലോചനയുണ്ട്. ഇന്നലെ തന്നെ KPCCയുടെ യോഗത്തിൽ തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കണമെന്നൊരു തീരുമാനം കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന 53-കാരി മരിച്ച സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കടുത്തിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മന്ത്രിയുടെ വീടിന്റെ ഗേറ്റ് ചാടിക്കറക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസ് എത്തി തടയുകയായിരുന്നു. ഇപ്പോൾ ഈ സർക്കാരിനെതിരെ, ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് നമ്മളോടൊപ്പം ചേർന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.